നമസ്കാരം എവരിവൺ. ഞാൻ അഡ്വക്കേറ്റ് അനില ജയപ്രകാശ്, ലീഗൽ ഡെസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം പതുക്കെ സമൂഹ ചർച്ചകളിലും കോടതികളിലും പാർലമെന്റ് വൃത്തങ്ങളിലും ഉയർന്നു വരുന്ന ഒരു പ്രധാന വിഷയമാണ് നാഷണൽ കമ്മീഷൻ ഫോർ മെൻ ബിൽ. പലരും ചോദിക്കുന്നു, ഇത്തരത്തിലുള്ള ഒരു നിയമം ഇന്ത്യയിൽ നിലവിൽ പാസ്സായിട്ടുണ്ടോ? എന്തിനാണിത് ആവശ്യപ്പെടുന്നത്? ഇത് സ്ത്രീകളുടെ അവകാശങ്ങളെ ബാധിക്കുമോ എന്ന്. ഈ സംശയങ്ങളെല്ലാം വികാരമില്ലാതെ നിയമപരമായി ലളിതമായി നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയിൽ ഇതിനകം തന്നെ പല നിയമപരമായ കമ്മീഷനുകളുണ്ട്. സ്ത്രീകൾക്കായി, കുട്ടികൾക്കായി, പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക്, മനുഷ്യാവകാശങ്ങൾക്ക് എന്നിങ്ങനെ. അതിലേറ്റവും പ്രസിദ്ധമായത് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആണ്. സ്ത്രീകൾ നേരിടുന്ന വിവേചനം, അതിക്രമം, അന്യായങ്ങൾ എന്നിവ പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ കമ്മീഷൻ സ്ഥാപിച്ചത്. എന്നാൽ പുരുഷന്മാർക്കായി ഇന്ത്യയിൽ പ്രത്യേകമായ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ നിലവിലില്ല. ഇതുതന്നെയാണ് നാഷണൽ കമ്മീഷൻ ഫോർ മെൻ എന്ന ആശയം ഉയർന്നു വരാനുള്ള പ്രധാന കാരണം. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയേണ്ടതുണ്ട്. ഇന്ന് വരെ നാഷണൽ കമ്മീഷൻ ഫോർ മെൻ എന്ന നിയമം ഇന്ത്യയിൽ നിലവിലില്ല. പാർലമെന്റ് പാസാക്കിയിട്ടില്ല. അത്തരം ഒരു കമ്മീഷനും രൂപീകരിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ വിഷയം ഇത്ര ചർച്ച ചെയ്യപ്പെടുന്നത്? കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിലെ വിവിധ കോടതികളും, പ്രത്യേകിച്ച് ഹോണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ തന്നെ, ചില കേസുകളിൽ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ചില ജെൻഡർ സ്പെസിഫിക് നിയമങ്ങൾ ചിലപ്പോൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന്. വിവാഹ തർക്കങ്ങൾ, ഗൃഹപീഡന പരാതികൾ, മെയിന്റനൻസ് കേസുകൾ, ക്രിമിനൽ കേസുകൾ എന്നിവയിൽ കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുൻപേ തന്നെ പല പുരുഷന്മാരും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. സാമൂഹിക അപമാനം, മാനസിക പീഡനം, വർഷങ്ങളോളം നീളുന്ന കേസുകൾ എന്നിവ നേരിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അന്യായം സംഭവിക്കുന്നില്ലെന്നോ സ്ത്രീകൾക്കുള്ള സംരക്ഷണ നിയമങ്ങൾ വേണ്ടതില്ലെന്നോ അർത്ഥമില്ല. സ്ത്രീകൾ ചരിത്രപരമായി അടിച്ചമർത്തപ്പെട്ടിരുന്നതിനാലാണ് നിയമം അവരെ സംരക്ഷിച്ചത്. എന്നാൽ ആ സംരക്ഷണം പ്രിസംഷനായി മാറുമ്പോൾ, അതായത് ആരോപണം തന്നെ ശിക്ഷയായി മാറുമ്പോൾ, അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ഇന്ന് പല പുരുഷന്മാരും പറയുന്ന പരാതികൾ ഇതാണ്. കേസ് രജിസ്റ്റർ ചെയ്ത ഉടനെ അറസ്റ്റുകൾ നടക്കുന്നു. കുട്ടികളുടെ കസ്റ്റഡിയിലോ സന്ദർശനാവകാശത്തിലോ പിതാക്കൾ പൂർണ്ണമായും അവഗണിക്കപ്പെടുന്നു. തെറ്റായ അല്ലെങ്കിൽ അതിരുകടന്ന ആരോപണങ്ങൾ കാരണം ജീവിതം തന്നെ തകരുന്നു. ഇതെല്ലാം പറയാൻ ഒരു നിയമപരമായ ഫോറം പോലും ഇല്ല. ഒരു സ്ത്രീക്ക് അന്യായം സംഭവിച്ചാൽ അവൾക്ക് നാഷണൽ കമ്മീഷൻ ഫോർ വിമനെ സമീപിക്കാം. പക്ഷേ ഒരു പുരുഷന് അന്യായം സംഭവിച്ചാൽ അവന് വേണ്ടി പ്രത്യേകമായി ഒരു കമ്മീഷനും ഇല്ല. നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്കോ കോടതിയിലേക്കോ പോകണം. പലപ്പോഴും അവിടെയും അവന്റെ പരാതി ഗൗരവമായി പോലും എടുത്തില്ലെന്ന അനുഭവമാണ്. ഈ അസമത്വമാണ് നാഷണൽ കമ്മീഷൻ ഫോർ മെൻ എന്ന ആവശ്യം ഉയരാൻ കാരണം. പാർലമെന്റിൽ ചിലപ്പോൾ അവതരിക്കപ്പെട്ട പ്രൈവറ്റ് മെമ്പർ ബിൽസ് എന്ന് പറയുന്ന ആശയം സ്ത്രീകളുടെ നിയമങ്ങൾ എടുത്തു കളയുക എന്നല്ല, മറിച്ച് നിയമവ്യവസ്ഥയിൽ ഒരു തുലനം അഥവാ ബാലൻസ് കൊണ്ടുവരിക എന്നതാണ്. ഈ കമ്മീഷൻ ഉണ്ടായാൽ അതിന്റെ ചുമതലകൾ ശിക്ഷാ നടപടികൾ എടുക്കുക എന്നതല്ല, മറിച്ച് പുരുഷന്മാരുടെ പരാതികൾ സ്വീകരിക്കുക, നിയമങ്ങളുടെ ദുരുപയോഗം പഠിക്കുക, ജെൻഡർ ന്യൂട്രൽ നിയമപരിഷ്കാരങ്ങൾ സർക്കാരിന് ശുപാർശ ചെയ്യുക, അവബോധ പരിപാടികൾ നടത്തുക, പിതാക്കൾ, ഭർത്താക്കൾ, മുതിർന്ന പൗരന്മാരായ പുരുഷന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇവിടെ പലർക്കും തോന്നുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് സ്ത്രീ വിരുദ്ധമാണോ? നിയമപരമായി അതിന്റെ ഉത്തരം അല്ല എന്നതാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 പറയുന്നു, നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്.
ആർട്ടിക്കിൾ 15 സ്ത്രീകൾക്കായി പ്രത്യേക വ്യവസ്ഥകൾ അനുവദിക്കുന്നു. പക്ഷേ പുരുഷന്മാരെ സ്ഥിരമായി നിയമസംരക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഭരണഘടന അനുവദിക്കുന്നില്ല. ആർട്ടിക്കിൾ 21 പറയുന്നത് ജീവിക്കാനുള്ള അവകാശവും മാന്യതയും എല്ലാ വ്യക്തികൾക്കും കോടതികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ട് ആ നിയമം എടുത്തു കളയാനാകില്ല. പക്ഷേ ദുരുപയോഗം കണ്ണടച്ച് അവഗണിക്കാനും കഴിയില്ല. നിയമത്തിന്റെ ലക്ഷ്യം ഒന്നാണ്: കുറ്റക്കാരനെ ശിക്ഷിക്കുക, നിരപരാധിയെ സംരക്ഷിക്കുക. അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നതല്ല വിഷയം. ഇപ്പോൾ ഈ ബില്ലിന്റെ നിലവിലെ സ്ഥിതി എന്താണ്? സത്യാവസ്ഥ ഇതാണ്. പാർലമെന്റിൽ ഇതുവരെ ഇതിനെപ്പറ്റി ഗൗരവപരമായ ചർച്ചകൾ നടന്നിട്ടില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ട് ഇല്ല. ഇരുസഭകളും പാസാക്കിയിട്ടില്ല. കമ്മീഷൻ രൂപീകരിച്ചിട്ടില്ല. അതിനാൽ ഇന്ന് ഇന്ത്യയിൽ നാഷണൽ കമ്മീഷൻ ഫോർ മെൻ നിലവിലില്ല. പുരുഷന്മാർക്ക് ഇപ്പോൾ ആശ്രയിക്കാവുന്നത് പോലീസ്, മജിസ്ട്രേറ്റ് കോടതി, ഫാമിലി കോടതി, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഹൈക്കോടതി, സുപ്രീം കോടതി ഇവയാണ്. ഇന്ത്യക്ക് ഇത്തരമൊരു കമ്മീഷൻ വേണോ എന്നത് കോടതികൾ തീരുമാനിക്കേണ്ട വിഷയം അല്ല. അത് പാർലമെന്റിന്റെ നയനിർണയ വിഷയമാണ്. അവസാനമായി ഇത്രമാത്രം: നാഷണൽ കമ്മീഷൻ ഫോർ മെൻ ബിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ എടുത്തുകളയാനുള്ള ശ്രമമല്ല, നീതിയെ ജെൻഡർ ന്യൂട്രൽ ആക്കാനുള്ള ഒരു ചർച്ചയാണ്. നീതി ഒരാളുടെ ലിംഗം നോക്കിയാണ് വിതരണം ചെയ്യേണ്ടതെങ്കിൽ അത് നീതിയല്ല. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് പുരുഷന്മാരുടെ നീതി നിഷേധിച്ചുകൊണ്ടാകരുത്. അതേപോലെ പുരുഷന്മാർക്ക് നീതി ഉറപ്പാക്കുന്നത് സ്ത്രീകളുടെ സുരക്ഷയെ ദുർബലമാക്കിയും ആകരുത്. നമ്മുടെ ഭരണഘടന പറയുന്നത് വളരെ ലളിതമാണ്: നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആ എല്ലാവരും എന്ന വാക്കിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ ഉൾപ്പെടുന്നു. നാഷണൽ കമ്മീഷൻ ഫോർ മെൻ ബിൽ ഇന്ന് നിയമമല്ലായിരിക്കാം. പക്ഷേ അത് ഉയർത്തുന്ന ചോദ്യം ഇന്നത്തെ സമൂഹം മറുപടി പറയേണ്ടതാണ്. നീതി ജെൻഡർ ബേസ്ഡ് ആകണമോ, അല്ലെങ്കിൽ ജസ്റ്റിസ് ട്രൂലി ജെൻഡർ ന്യൂട്രൽ ആകണമോ? ഈ ചർച്ച സ്ത്രീകൾക്കെതിരായ യുദ്ധമല്ല, ഇത് നീതിക്കായുള്ള ഒരു സംവാദമാണ്. അത് പാർലമെന്റിലാണ് തീരുമാനിക്കപ്പെടുന്നത്. പക്ഷേ ആ ചർച്ച തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. നീതി ആരുടെയും ഏകപക്ഷീയ അവകാശമല്ല, അത് എല്ലാവരുടെയും അവകാശമാണ്. നിങ്ങളുടെ നിയമപരമായ എല്ലാ സംശയങ്ങൾക്കും ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും. നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തിയാൽ മാത്രം മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you in next video. Thank you.